ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചരണം അവസാനിക്കും. എതിരാളികളോട് മാത്രമല്ല സമയത്തോടും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മിനിറ്റുകളാണിനി. അവസാന നിമിഷത്തിലും അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കേരളത്തിൽ എവിടെ നോക്കിയാലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്ത് ഓഫീസുകൾ കാണാം. ഗവേഷക വിദ്യാർത്ഥികൾ പുസ്തകം നോക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ വോട്ടർ പട്ടിക തലനാരിഴ കീറി പരിശോധിച്ച് കൂട്ടിയും കിഴിക്കലും നടത്തുന്ന പ്രാദേശിക നേതാക്കന്മാരെയും കാണാം. ആടി നിൽക്കുന്ന വോട്ടുകൾ അനുകൂലമാക്കാൻ വേണ്ടി വീട് വീണ്ടാന്തരം കയറുന്ന യുവ നേതാക്കളെ കാണാം. ഒരു മാസം നീണ്ടുനിന്ന ആവേശത്തിന്റെ കൊട്ടിയിറക്കമാണ് ഇന്ന് വൈകിട്ട് 6-ന്. ആരാണ് പരസ്യപ്രചരണ രംഗത്ത് മുന്നിലുണ്ടായിരുന്നത് എന്ന് തെളിയിക്കാനുള്ള അവസാന അവസരമാണ് കൊട്ടിക്കലാശം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആവേശം ഉച്ചസ്ഥായിയിലാണ്. ആനച്ചന്തത്തിൽ സ്ഥാനാർത്ഥികൾ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളിലേക്ക് ഇറങ്ങി വരും. അത് അണികളെ ത്രസിപ്പിക്കും. അവർ ചങ്കുപൊട്ടി മുദ്രാവാക്യം വിളിക്കും. കൊടികൾ വാനോളം ഉയർത്തും. ഉച്ചഭാഷിണികളിൽ നിന്നും കാതടപ്പിക്കുന്ന ആരവം മുഴങ്ങും. 6 മണി മുഴങ്ങുന്നതോടെ കൊട്ടിക്കയറിയ വികാരവും അലതല്ലിയ ആവേശവും ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദതയിലേക്ക്. നാളെ നിശബ്ദ പ്രചാരണമാണ്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.